ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടക്കൽ ഭാഗത്തുള്ള ഒരു സൈറ്റിലാണ്. അപ്പോൾ ഈ ഒരു സൈറ്റിൽ VKH ടവർ എന്നാണ് ഈ സൈറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ പേരാണ്. അപ്പോൾ ഈ VKH ടവർ എന്നുള്ള ഒരു സൈനേജ് ബോർഡ് വെക്കാനാണ് ഞങ്ങളിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്തുള്ളത്. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ബോർഡ് വെക്കുന്നത്. അപ്പോൾ ഈ ബോർഡ് വെച്ച് കഴിഞ്ഞാൽ ലെറ്റേഴ്സ് അക്രലിക്കിലുള്ള ലെറ്ററാണ് നമ്മളിവിടെ വെക്കുന്നത് കേട്ടോ. ഇതിലാണ് നമുക്ക് ലെറ്റർ ചെയ്യാനുള്ളത്. ഈ ഒരു ഫ്രെയിമിലാണ് നമുക്ക് ലെറ്റർ ചെയ്യാനുള്ളത്. ഇത് 2 സൈഡിലേക്കായിട്ടുണ്ട്. ഈ 2 സൈഡിലേക്കുള്ള വ്യൂ എന്ന് പറയുന്നത് ശരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയേണ്ടതല്ല, നാഷണൽ ഹൈവേയുടെ 2 സൈഡാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണാൻ കഴിയുന്നുണ്ടാവും. ഞാൻ ഈ ഫ്രെയിമിൻ്റെ താഴെയായിട്ടാണ് നിൽക്കുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും ടോപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിലാണ് നമുക്ക് ലെറ്റർ ചെയ്യാനുള്ളത്. ഇത് ലെറ്റർ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് ഈ വ്യൂ വരുന്നത്, ഈ രണ്ട് സൈഡിലേക്കായിട്ട് നിൽക്കുന്ന VKH ടവർ എന്നുള്ള ഈ ഒരു ലെറ്റർ വെച്ച് കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നൊക്കെ വ്യൂ ഉണ്ടാവും എന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നാഷണൽ ഹൈവേയുടെ 2 വ്യൂ ആണ് കണ്ടോ. നമുക്ക് ലെറ്റർ വെക്കാനുള്ള ഫ്രെയിം ഉണ്ടല്ലോ, ലെറ്റർ വെക്കാനുള്ള ഫ്രെയിമാണ് ആദ്യം അടിക്കുക. നമ്മൾ സാധാരണ സൈനേജസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ ഓപ്പൺ സ്പേസിൽ വയ്ക്കുമ്പോൾ അധികം MS വർക്ക് ആദ്യം ചെയ്യുക. ഒരു ലെറ്റർ ഫ്രെയിം, ഒരു സ്ട്രക്ചർ ഉണ്ടാകും. ആ സ്ട്രക്ചറിലാണ് പിന്നെ നമ്മൾ ലെറ്റർ വയ്ക്കുക. അപ്പോൾ ആ സ്ട്രക്ചറാണ് ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ വർക്കിലേക്ക് പോവുകയാണ്. ഈ ഒരു സ്ട്രക്ചർ വർക്ക് കഴിഞ്ഞതിന് ശേഷം അടുത്തത് നമുക്ക് ചെയ്യാനുള്ളത് അക്രലിക് ലെറ്റേഴ്സ് ഫിറ്റ് ചെയ്യലാണ്. അപ്പോൾ ഈ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ലെറ്റേഴ്സ് ഫിറ്റ് ചെയ്യുന്നത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.